ഇന്നത്തെ ആധുനിക തലമുറ അള്ളാന്റെ പള്ളിയിലേക്ക് ലഭ്യമല്ലാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആറ്റുനോറ്റ് വളർത്തിയ മാതാവിന്റെ കഴുത്തറുക്കാൻ മടിയില്ലാത്ത മക്കൾ മാറുമ്പോ, പിതാവിനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ, അള്ളാഹുവിന്റെ പള്ളികളുമായുള്ള ബന്ധങ്ങളിൽ, ഇബാദത്തുകളുമായുള്ള ബന്ധങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെയും സൂറത്ത് ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയുണ്ട്. ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അല്ലാഹുവേ, എന്നെ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, വജഅൽനി മുഖീമസ്സലാഹ്, നിനക്ക് വേണ്ടി നമസ്കാരം നിലനിർത്തുന്നവനായി എന്നെ മാറ്റണേ അല്ലാഹ്. വീണ്ടും പറഞ്ഞത് വമിൻ ദുരിയത്തി, എന്റെ മക്കളിൽ നിസ്കാരം നിലനിർത്തുന്നവരായി മാറ്റണേ എന്നാണ്. അവിടെ മാത്രമല്ല, മക്ക എന്ന് പറയുന്ന നാട്ടില് തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോയി യാത്രയാക്കുമ്പോ അവിടെയും വന്ന് ഇബ്രാഹിം നബി പറഞ്ഞ് നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ അല്ലാഹ്.